നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം ജനാധിപത്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ജനഹിതം അറിയിക്കുകയും അതറിയുകയും അറിയിക്കുകയും അതിനനുസരിച്ച് അവരെ ഭരിക്കുന്ന ഒരു ഭരണകൂടം നിർമ്മിക്കുകയും എന്നത്. ഇതിൽ സുപ്രധാന പങ്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1950 ജനുവരി മാസം 25-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം നിലവിൽ വന്നത്. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. സുകുമാർ സെന്നിൻ്റെ കാലം മുതൽ ഇന്നോളം ഒട്ടനവധി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു. എന്നാൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷവും എന്ന ഒരു അവലോകനം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സംഭവിച്ചത് നമ്മുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത് TN ശേഷൻ, തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എന്ന മഹത് വ്യക്തിയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ അഗ്രഹാര ഗ്രാമമായ തിരുനെല്ലായി ഗ്രാമത്തിൽ അഭിഭാഷകനായിരുന്ന TS നാരായണ അയ്യരുടെയും സീതാലക്ഷ്മി അമ്മാളിൻ്റെയും മകനായി 1932 മെയ് മാസം 15-നാണ് TN ശേഷൻ ജനിച്ചത്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്കൂളിൽ പ്രാഥമിക പഠനം, പിന്നീട് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ പഠനം. ഈ രണ്ട് സ്ഥലങ്ങളിലും പഠിക്കുന്ന സമയത്ത് ശേഷൻ്റെ സഹപാഠിയായിരുന്നു നമ്മുടെ മെട്രോമാനായിട്ടുള്ള E. ശ്രീധരൻ. അതിനുശേഷം ശേഷൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചു. പിന്നീട് അദ്ദേഹം 1950 അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിൽ IPS പരീക്ഷ പാസ്സായി. പക്ഷേ ശേഷന് കൂടുതൽ താല്പര്യം IAS-നോടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ തൊട്ടടുത്ത വർഷം IAS-ന് ചേരുകയും അങ്ങനെ 1955 ബാച്ച് IAS മദ്രാസ് കാഡർ ഓഫീസറായി അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഡിണ്ടിക്കൽ ഡിവിഷൻ സബ് കളക്ടറായി ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ തുടക്കം. പിന്നീട് അദ്ദേഹം 1962 ജൂണിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയായി ചുമതലയേറ്റു. ആ കാലഘട്ടത്തിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ വമ്പിച്ച മാറ്റങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അവിടുത്തെ ജീവനക്കാരുടെ കാര്യക്ഷമതയെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളുണ്ടായ സമയത്ത് ഒരു ബസ് ഡ്രൈവറുമായി സംസാരിക്കവേ ആ ബസ് ഡ്രൈവർ TN ശേഷനോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ AC മുറികളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് TN ശേഷൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ തമിഴ്നാട് RTOയെ സന്ദർശിക്കുകയും തനിക്ക് ഹെവി വണ്ടികൾ ഓടിക്കാൻ പറ്റുന്ന ഹെവി ലൈസൻസ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹെവി ലൈസൻസ് സമ്പാദിക്കുകയും ബാഡ്ജ് സമ്പാദിക്കുകയും ഒക്കെ ചെയ്ത് അവിടുത്തെ വലിയ ബസ്സുകൾ അദ്ദേഹം ഓടിച്ചു. ബസ് ഓടിക്കുക മാത്രമല്ല, കണ്ടക്ടറായി ജോലി ചെയ്തു, അതുപോലെ മെക്കാനിക്കൽ ജോലി ചെയ്തു. അങ്ങനെ ധാരാളം ജോലികൾ ചെയ്ത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ കാര്യങ്ങൾ അദ്ദേഹം വളരെയധികം ജോലിയെ സംബന്ധിച്ച് പഠിക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ വരുത്തുകയും ചെയ്തു. ധാരാളം വലിയ വലിയ എന്നും നിലനിൽക്കുന്ന ബസ് സ്റ്റാൻഡുകൾ TN ശേഷൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. അതിന് ശേഷവും അദ്ദേഹം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തസ്തികകളിൽ ജോലി നോക്കി. പിന്നീട് അദ്ദേഹം 1964 മധുര ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ കർശനമായ അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ വളരെ വലിയ ഒരു ഉദാഹരണമാണ് അന്ന് അവിടെ സംഭവിച്ചത്. 1965 മെയ് മാസത്തിൽ
കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇന്ത്യാ വിരുദ്ധ പ്രസംഗങ്ങളാണ് എന്ന ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം അദ്ദേഹത്തെ നേരെ തമിഴ്നാട്ടിലെ ഊട്ടിയിലാണ് തടങ്കലിൽ പാർപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ഊട്ടിയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകനുമായി ഒരു പത്രപ്രവർത്തകന് അഭിമുഖം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഊട്ടി അത്രത്തോളം സേഫല്ല എന്ന് കരുതി അദ്ദേഹത്തെ നേരെ കൊടൈക്കനാലിലേക്ക് സർക്കാർ മാറ്റി. ആ സമയത്ത് കൊടൈക്കനാൽ മധുര ജില്ലയുടെ ഭാഗമായ കൊടൈക്കനാലിലേക്ക് മാറ്റി. അവിടുത്തെ ചുമതല മധുര ജില്ലാ കളക്ടറായിരുന്ന TN ശേഷൻ്റേതായിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും ആ തടങ്കൽ ഒരു കോഹിനൂർ ബംഗ്ലാവ് എന്ന് പറയുന്ന ബംഗ്ലാവിലാണ് ഷെയ്ഖ് അബ്ദുള്ള താമസിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് തടങ്കലിൽ പാർത്ത ഷെയ്ഖ് അബ്ദുള്ളയെ എല്ലാ ദിവസവും TN ശേഷം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനിടെ ഒരു ദിവസം ഷെയ്ഖ് അബ്ദുള്ള ശേഷൻ്റെ കയ്യിലേക്ക് ഒരു കവർ വെച്ച് നീട്ടി. ആ കവർ വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, ഈ കവർ പൊളിക്കാതെ, ഈ കവറിൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കമെന്ന് നോക്കാതെ ഇത് പോസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പം അതുകൊണ്ട് തടങ്കലിൽ പാർത്ത ഒരാൾ എഴുതിയ കത്ത് എന്നുള്ള നിലയിൽ അന്നത്തെ നിയമം അനുസരിച്ച് അത് പൊട്ടിച്ചു നോക്കാതെ അത് പുറത്ത് പോസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്ന് TN ശേഷൻ ഷെയ്ഖ് അബ്ദുള്ളയോട് പറഞ്ഞു. അപ്പോൾ TN ശേഷനോട് ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു, ഇതിൻ്റെ പുറത്തെഴുതിയ അഡ്രസ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തുറക്കാതെ തന്നെ അയക്കാൻ വേണ്ടി പറ്റുമെന്ന്. മറ്റൊന്നുമായിരുന്നില്ല, ആ കത്ത് നേരെ ഷെയ്ഖ് അബ്ദുള്ള അഡ്രസ്സ് ചെയ്തത് അയച്ചത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ പേരിലായിരുന്നു, അദ്ദേഹത്തിനായിരുന്നു. പക്ഷേ കർക്കശക്കാരനായ TN ശേഷൻ അതിനനുവദിക്കാതെ ഇത് പൊട്ടിക്കാതെ താൻ അയക്കില്ല എന്ന് പറയുകയും അതുപോലെ അതിൽ പ്രതിഷേധിച്ച് ഒട്ടനവധി ദിവസം ഷെയ്ഖ് അബ്ദുള്ള കോഹിനൂർ കൊട്ടാരത്തിൽ നിരാഹാരമിരിക്കുകയും ചെയ്തു. അത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1966 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് അവസരം ലഭിച്ചു. അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദമെടുത്തു ശേഷൻ. ഈ സമയത്ത് ഇന്ത്യയിൽ ഒട്ടനവധി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നായകനായിട്ടുള്ള ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി അവിടുത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷൻ അണുശക്തി വിഭാഗത്തിൽ വിക്രം സാരാഭായിയുടെ കൂടെ പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീടാണ് 1984 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്ത് കുറേ മന്ത്രാലയങ്ങൾ ഇന്ത്യയിൽ രൂപീകരിച്ച കൂട്ടത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയം എന്ന മന്ത്രാലയം രൂപീകരിക്കപ്പെട്ടു. ഈ മന്ത്രാലയത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിക്കൊണ്ട് ശേഷൻ പ്രവർത്തിച്ചു. പിന്നീട് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ രാജീവ് ഗാന്ധിക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു അക്രമത്തെ തുടർന്ന് അദ്ദേഹം മുൻ പ്രധാനമന്ത്രിമാർക്കുമെല്ലാം SPG സുരക്ഷ വേണം എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ SPG ആക്ട് നിലവിൽ വന്നത്. ഒരു IAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന വലിയ ഉയരമായ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി പദത്തിൽ രാജീവ് ഗാന്ധിയുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിരാജിച്ചിരുന്നു. 1989 VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് VP സിംഗിന് ശേഷനോട് അത്ര പന്തിയല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പ്ലാനിംഗ് കമ്മീഷനിലേക്കായിരുന്നു മാറ്റിയത്. അതിനും ശേഷം 1990 ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വന്ന സമയത്താണ് TN ശേഷൻ ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിക്കൊണ്ട് നിയമിക്കപ്പെടുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന പെരിശാസ്ത്രിയുടെ നിര്യാണം മൂലമാണ് പെട്ടെന്ന് മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കേണ്ട ആവശ്യം വന്നത്.
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 324 വകുപ്പിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഈ വകുപ്പിലോ മറ്റു ഭരണഘടനാ തെരഞ്ഞെടുപ്പുമായി മറ്റ സംവിധാനത്തിലോ ഒരു മാറ്റങ്ങളും വരാതെ തന്നെ TN ശേഷൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങളാണ് വരുത്തിയത്. നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയുടെ തുല്യ പ്രോട്ടോകോൾ പദവിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുള്ളത്. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഈ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. ഇതുമൂലം കള്ളവോട്ട് ഒരു പരിധിവരെ തടയാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ഇലക്ട്രൽ റോൾ പെരുമാറ്റച്ചട്ടം സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് അതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം പെരുമാറ്റച്ചട്ടം കർശനമായി ശേഷൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. അതുപോലെ പണത്തിൻ്റെ ദുരുപയോഗം തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് ചെലവിന് പരിധി നിശ്ചയിക്കപ്പെട്ടു. മറ്റൊരു കാര്യമാണ് ബൂത്ത് പിടുത്തം. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തെരഞ്ഞെടുപ്പ് ദിവസം അതേസമയം ബൂത്ത് പിടുത്തം നടക്കുന്ന ഒരു സംഭവം അരങ്ങേറാറുണ്ടായിരുന്നു. പക്ഷേ അതിനെ വിലക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കർശനമായി നടപ്പിലാക്കി. അതുപോലെ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ സമയപരിധിയും മറ്റു ശബ്ദ മലിനീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു വ്യവസ്ഥ ചെയ്യുകയും അങ്ങനെ ഒരു സുതാര്യവും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, കുറ്റമറ്റ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു. ശേഷൻ്റെ നടപടി മൂലം ധാരാളം ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുമ്പ് ഹർഷദ് മേത്തയുടെ ഓഹരി കുംഭകോണത്തെ തുടർന്ന് അന്ന് വാണിജ്യമന്ത്രിയായിരുന്ന P. ചിദംബരത്തിന് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് പ്ലാനിംഗ് കമ്മീഷനിലുണ്ടായിരുന്ന പ്രണബ് കുമാർ മുഖർജി അദ്ദേഹത്തെ വാണിജ്യമന്ത്രിയായി അന്നത്തെ സർക്കാർ നിയമിച്ചു. പക്ഷേ 6 മാസത്തിനുള്ളിൽ MP ആവണം എന്ന ആ ഒരു വ്യവസ്ഥ കൊണ്ട് MP അല്ലാതിരുന്ന പ്രണബ് മുഖർജിയാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് 6 മാസത്തിനകം അദ്ദേഹത്തെ അന്ന് സീറ്റ് ഒഴിവുണ്ടായിരുന്ന പശ്ചിമ ബംഗാളിലെ രാജ്യസഭാ സീറ്റിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാമെന്ന കണക്കൂട്ടലിലാണ് ചെയ്തത്. പക്ഷേ പശ്ചിമ ബംഗാൾ സർക്കാരും അതുപോലെ ഈ TN ശേഷനും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ചേർച്ചയില്ലായ്മ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബംഗാൾ സർക്കാർ മാനിക്കുന്നില്ല എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് നടത്താതെ അത് റദ്ദാക്കുകയും തൽഫലമായിട്ട് പ്രണബ് കുമാർ മുഖർജിക്ക് തൻ്റെ സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹിമാചൽ പ്രദേശ് ഗവർണറായിരുന്ന ഗുൽഷർ അഹമ്മദിനും. അദ്ദേഹത്തിൻ്റെ മകൻ മധ്യപ്രദേശിലെ സപ്ന മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗവർണറായിരുന്ന ഗുൽഷർ അഹമ്മദ് തൻ്റെ മകൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടു എന്ന് ശേഷൻ കണ്ടെത്തുകയും അദ്ദേഹം അത് ഉറപ്പാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തൻ്റെ ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതുപോലെ 10,000-കണക്കിന് സ്ഥാനാർത്ഥികൾക്കും മറ്റുള്ളവർക്കും വിലക്ക് കൽപ്പിക്കുകയും അയോഗ്യത കൽപ്പിക്കുകയും ഒക്കെ TN ശേഷൻ ചെയ്തിട്ടുണ്ട്. 1993 നരസിംഹറാവു സർക്കാർ ശേഷൻ്റെ അധികാരമൊന്ന് കുറയ്ക്കുന്നതിനു വേണ്ടി 2 കമ്മീഷണർമാരെ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൂട്ടിച്ചേർത്തു. MS ഗില്ലും GVG കൃഷ്ണമൂർത്തിയുമായിരുന്നു അവർ. പക്ഷേ ശേഷൻ ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുകയും എന്നാൽ കോടതിയിൽ നിന്ന് ശേഷന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. എങ്കിലും 3 പേരും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണറുമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് തുടർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ആ TN ശേഷൻ എന്ന കഥാപാത്രം 1996 ഡിസംബർ മാസം 16 സർവീസിൽ നിന്ന് വിരമിച്ചു. നമ്മുടെ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതാണ്. അതിനുശേഷം ശേഷൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ KR നാരായണനോട് മത്സരിക്കുകയും
അങ്ങനെ പരാജയത്തിൻ്റെ രുചി അറിയുകയും ചെയ്തു. മഗ്സാസെ അവാർഡ് ജേതാവാണ് ടി.എൻ. ശേഷൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്. മക്കളില്ലായിരുന്നു ശേഷൻ ദമ്പതികൾക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിജയലക്ഷ്മി 2018 അന്തരിക്കുകയും അതിനുശേഷം 2019 നവംബർ മാസം 10 ഇന്ത്യയിൽ ധാരാളം തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ വ്യക്തിത്വം ഓർമ്മയായി മാറുകയും ചെയ്തു.